നമസ്കാരം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരർവേ നമോ. ഹൈടാക് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് ശ്രീ മാങ്കാവ് വേട്ടയ്ക്കൂർമകൻ ക്ഷേത്രത്തിൽ കിരാതമൂർത്തിൻ്റെ സന്നിധാനത്തിൽ വച്ചുകൊണ്ടാണ് ഇന്നത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരെയും അല്ല എന്നാലും കുറച്ച് നക്ഷത്രക്കാരുകളെ സമ്പത്ത് സമൃദ്ധത്തിൽ നയിക്കുന്ന നേച്ചുറലിലുള്ള എനർജിനെ തോട്ട്സ് കൊണ്ടിരിക്കുന്ന കോഡ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു ടെക്നോളജി ഇന്നത്തെ മോഡേൺ സയൻസ് നമ്മൾക്ക് സ്വീകരിച്ച് പണ്ടത്തെ പഴയ അപ്ഡേറ്റുകൾ ഇന്നത്തെ മോഡേൺ സയൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ ലോഡ് മെമ്മറിയിലേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ വലിയ പൈസക്കാരനാവും, നല്ല സുഖിച്ച് സുന്ദരമായി ജീവിക്കണം. അത് കാണാൻ ഈ കൊച്ചു തിരുമേനിക്ക് നല്ല താല്പര്യം. ഇനി നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് കുബേര പൂജ. ഈ നക്ഷത്രക്കാർക്ക് എല്ലാ പൂജകളും എല്ലാവർക്കും പറ്റില്ല, എല്ലാ മരുന്നുകളും എല്ലാവർക്കും പറ്റില്ല. അവരുടെ മനസ്സ്, ശരീരം, ബുദ്ധിമണ്ഡലം, പൂർവ്വമണ്ഡലം അതനുസരിച്ചിട്ടാണ്. എല്ലാം എല്ലാവർക്കും പറ്റില്ല, ചില വിഷയങ്ങൾ മാത്രം. അങ്ങനെ കുബേര പൂജ ഏത് നക്ഷത്രക്കാർക്ക് ചെയ്താൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവും. കുബേരൻ രാജായ പ്രസംഖ്യ സാഗിനേ നമോ വയം വൈ ശ്രവണായ കൂർമകേൻ സമേ കാമാൻ കാമകാമായ മധ്യം കാമേശ്വരോ വൈ ശ്രവണോ തഥാ കുബേരായ വൈശ്രവണായ മഹാരാജ്യായ നമഃ. ഇതാണ് കുബേരൻ്റെ മന്ത്രം. മഹാലക്ഷ്മിൻ്റെ പുത്രസ്ഥാനം. ആ കുബേര പൂജ എങ്ങനെ ചെയ്യണം, ഏത് നക്ഷത്രക്കാർ ചെയ്താൽ അവർക്ക് സമൃദ്ധി ഉണ്ടാവാം, ധനസമൃദ്ധി, സമ്പത്ത്. നിങ്ങൾക്ക് ഈ കുബേര പൂജ ചെയ്ത് സമ്പത്ത് കിട്ടിയാൽ അത് 4 ഭാഗം ദാനം ചെയ്യണം. അങ്ങനെ ദാനം ചെയ്തിട്ടില്ലെങ്കിൽ കുബേരൻ നിങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടും, സംശയമില്ല. അതുകൊണ്ട് ഈ കുബേര പൂജ ചെയ്തിട്ട ശേഷം നല്ല മാറ്റം ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ അത് 4 ഭാഗം നിങ്ങൾ ദാനം ചെയ്യണം. അത് മനസ്സിൽ വച്ചുകൊണ്ട് കുബേര പൂജ. അങ്ങനെ ദാനം ചെയ്ത് വിട്ടുപോയാൽ നിങ്ങൾക്കത് നശിച്ചുപോകും. ഈ കണ്ടൻസ് നിങ്ങൾ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്യാം, ലോഡ് മെമ്മറി. ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്കാണ് ഈ കുബേര പൂജ. വേറെ നക്ഷത്രക്കാർക്ക് വേറെ രീതിയിലുണ്ട്. ഈ നക്ഷത്രക്കാർക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭരണി, പൂരം, പൂരാടം. കാരണം ഭരണി ശുക്രനായിട്ട് ഉള്ള ഒരു ദേവതയാണ്. ശുക്രൻ മഹാലക്ഷ്മി സാന്നിധ്യമാണ്. ലക്ഷ്മി സാന്നിധ്യത്തിലാണ് കുബേരൻ. അതാണ് ആ കണ്ടൻസുകൾ കൃത്യമായി വരുന്നത്. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാർ. ആ വൈഷ്ണവത്തിൻ്റെ ലോഡ് മെമ്മറി കോഡ്. എൻ്റെ അച്ഛൻ വേറൊരു ദേവത, അമ്മ വേറൊരു ദേവത, അച്ഛൻ വേറൊരു ദേവത, അങ്ങനെ വിഭിന്നമായ മണ്ഡലങ്ങളിൽ ആണുണ്ടെങ്കിൽ അവരുടെ ജീൻ അത് കോഡ് ചെയ്യണം. അത് ജനറ്റിക് കൾച്ചർ സൈക്കോളജി. ആ കോഡിനെ നിങ്ങൾ ട്യൂണിങ് ചെയ്യുക. ആ ട്യൂൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ആ കുബേര പൂജയാണ് നിങ്ങൾക്ക് ഞാൻ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നത്. ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാർക്ക് കുബേര പൂജ. അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നത് കുബേര പൂജ. കുബേര യന്ത്രം വാങ്ങിക്കാൻ കിട്ടും.
അത് പ്രിൻ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ യന്ത്രവിധി അറിയുന്ന നല്ല തിരുമേനിമാർക്ക് കുബേര യന്ത്രം വരച്ച് വായിക്കുക. പൂജ ചെയ്യരുത്, വരച്ച് വായിച്ചാൽ മതി. നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ജാതകത്തിൽ സൂര്യൻ്റെ അഷ്ടവർഗം ഒരു ഇതുണ്ട്. സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ 4 രാശി തൊട്ട് സംഖ്യ എണ്ണണം. പിന്നത്തെ 4 തൊട്ട് 8 വരെ സംഖ്യ എണ്ണണം. 8 നിന്ന് 12 വരെ. ആ അഷ്ടവർഗ ഗണിതത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ വരണം. എനിക്ക് ഫോണിൽ കൂടി പറയാൻ പറ്റില്ല. കാരണം അധികം സംസാരിക്കുമ്പോൾ ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ട്. വേണമെങ്കിൽ സൂര്യൻ അഷ്ടവർഗം നിങ്ങൾ 10-15 ഒന്നിച്ച് വന്നാൽ അഷ്ടവർഗത്തിൻ്റെ രീതി ഞാൻ പഠിപ്പിച്ച് തരാം. അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ആ അഷ്ടവർഗം എടുത്തിട്ട് ഏത് 4 രാശിയിലാണ് ബലം കൂടുതൽ, ആ കൂടുതലുള്ള സമയത്ത് ഈ ഭരണി പൂരാട നക്ഷത്രക്കാർ കുബേര പൂജ ചെയ്യണം. നിങ്ങൾ വന്നാൽ കുബേരൻ്റെ ഋഷിയും അതിൻ്റെ ഛന്ദസ്സും അതിൻ്റെ മൂലമന്ത്രം നേരിട്ട് വന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് ഫീ ഒന്നും വേണ്ട, ആവശ്യമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ എനർജി ഫ്രീ ആയിട്ട് കിടക്കണം. ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളും ഞാനും ജീവിക്കണം. അതിന് എന്തെങ്കിലും നീ തന്നാൽ മതി, നിർബന്ധമില്ല. അതുകൊണ്ട് കുബേരൻ്റെ ഋഷി, കുബേരൻ്റെ ഛന്ദസ്, കുബേരൻ്റെ ദേവത. കുബേര പരമാത്മാ ദേവത, ഋഷി ഛന്ദസ് പരമാത്മാ ദേവത എന്ന് വെച്ച് ആ കുബേര യന്ത്രത്തിന് ആ മുഹൂർത്തത്തിൽ വെച്ചിട്ട് ആദ്യം എപ്പോഴും ഏത് പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങളിത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രെയിൻ ഹിപ്നോതെറാപ്പി ചെയ്തിട്ട് വാസിയോഗം പ്രാണനെ ശ്രദ്ധിക്കുക. വാസിയോഗം ചെയ്തിട്ടേ ഇത് ചെയ്യാവൂ. എടുത്തമ്പാടി കറക്ക് കൂട്ടി ബാങ്ക് ലോൺ പാസ്സാവണമെങ്കിൽ ലോൺ പാസ് വിചാരിച്ച് ചെയ്താൽ എമോഷണൽ ഗ്രന്ഥി കൂടി പൂജ വിടക്കായി പോകും. ആ വാസിയോഗം ഹിപ്നോതെറാപ്പി ചെയ്തിട്ട് ഈ ഭരണി പൂരാട നക്ഷത്രക്കാർ സൂര്യൻ്റെ അഷ്ടവർഗം ഗണിച്ചിട്ട് നിങ്ങൾ കൃത്യമായി കുബേരനെ ഉപാസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ നല്ല സമ്പത്ത് മേഖല, നിങ്ങൾക്ക് വളരെ ഐശ്വര്യവും നല്ല ബിസിനസ്സുകളും അഭിവൃദ്ധിയായിരിക്കും. അതൊരു സിസ്റ്റമാറ്റിക്കലി വേണം. ആത്തിലെ പോട്ടാലും അളന്നു പോടണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ ആത്മാർത്ഥമായി ചെയ്യണം. ഇതൊക്കെ ആ പൂജയ്ക്ക് മുൻപായിട്ട് നിങ്ങൾ ഫോൺ ഇങ്ങനെയൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഭാര്യയ്ക്കും മക്കളെടുത്തും അനുവാദം ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറയാൻ. കാരണം ഒരു ഉള്ളിൽ ഇറിറ്റേഷൻ, ഇയാൾ എന്തൊക്കെയാണ് വട്ടൻ പോലെ ഭ്രാന്തൻ പോലെ ചെയ്യുന്നു എന്ന് ഭാര്യ പുറത്ത് പറയില്ല, മനസ്സിലുണ്ടാകും. ആ മനസ്സിലുണ്ടാക്കുന്ന ആ നെഗറ്റീവ് തോട്ട്സ് ടെലിപ്പതിയായിട്ട് നിങ്ങൾ പൂജയെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മക്കളെടുത്തും നിങ്ങൾ ഭാര്യയുടെ അടുത്തും കൂടുതലുള്ളവരടുത്തെല്ലാം പറഞ്ഞ് ബോധിപ്പിച്ച് ആത്മസംതൃപ്തിയോടുകൂടി കുബേരൻ വയ്ക്കുമ്പോൾ കൂടെ ലക്ഷ്മി വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോവോ ഇല്ലെങ്കിൽ പ്രതിമയോ വയ്ക്കാം. അത് ഒരു ലോജിക്കാണ്. അവർ പുത്രനെ അതുകൊണ്ട് ഒത്ത സ്നേഹമായിക്കോട്ടെ. അങ്ങനെ ആ യന്ത്രം വെച്ചിട്ട് കുബേര പൂജയും കുബേര ഋഷി ഛന്ദസ്സും വെച്ചിട്ട് കുബേരനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽ, നല്ല കോയിൻസ്, നല്ല ശുദ്ധിയായ കോയിൻ, പണം, ചില്ലറ. ആ ചില്ലറ കൊണ്ടുവരും കുബേരനെ അർച്ചന ചെയ്യുക. എന്നിട്ട ശേഷം ശരിക്കും പറഞ്ഞാൽ 21 ദിവസം ആവാം. ആ 21 ദിവസം എന്ന് പറഞ്ഞാൽ 21 വെള്ളിയാഴ്ച ആവാം. ആ വെള്ളിയാഴ്ച സൂര്യൻ്റെ അഷ്ടവർഗം ഫലം എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അങ്ങനെ 21 വെള്ളിയാഴ്ച പുരുഷൻ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില മെൻസസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. മെൻസസ് പ്രോബ്ലത്തിൽ ചെയ്യാൻ പാടില്ല എന്താണെന്ന് പറയുന്നത്, ഒരു സ്ത്രീയുടെ മെൻസസ് കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അങ്ങനെ ഹാർമോൺസ് എല്ലാ മൂലകങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ശരിക്കും അത് അശുദ്ധിയല്ല. പക്ഷെ പണ്ട് തൊട്ട് എന്തിനാ അതെന്ന് വെച്ചാൽ ഈ മെൻസസ് ടൈമിൽ മെൻ്റലി ഫിസിക്കലി ഡിസോർഡർ ആവും. അപ്പോൾ അമ്പലത്തിൽ പോയാൽ തളർന്നു പോകും എന്ന് വിചാരിച്ചിട്ടാണ് പോകണ്ട എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ മെൻസസ് ബ്ലഡ് എന്ന് പറയുന്നത് വലിയ ഇൻഫെക്ഷൻ ഉള്ളതല്ല. പക്ഷെ നമ്മൾ പണ്ട് തൊട്ട് എടുത്തത് കൊണ്ട് ആ വിശ്വാസത്തെ സംരക്ഷിച്ച് പോവുക. ഇനി അടുത്ത ജനറേഷൻ കണ്ടുപിടിച്ച് അതില്ലാതാക്കട്ടെ, നമ്മൾക്ക് അതിലേക്ക് വിട്ടു കൊടുക്കാം. അതുകൊണ്ട് മെൻസസ് ആയ സ്ത്രീകളുണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ച ഒഴിവാക്കിയിട്ട് പിന്നത്തെ വെള്ളിയാഴ്ച എടുക്കാം. അങ്ങനെ ഭരണി പൂരാട നക്ഷത്രക്കാർ ഇത് ആത്മാർത്ഥമായി വാസയോഗവും ചെയ്താൽ സമൃദ്ധിയും സൗഖ്യവും ഉണ്ടാവും. കുബേര പൂജ മാത്രം മറക്കരുത്. ഇത് കൊണ്ട് നിങ്ങൾക്ക് ധനവും സമൃദ്ധി വന്നാൽ പാവപ്പെട്ടവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് ആത്മാർത്ഥമായി പോകണം. യാതൊരു സംശയമില്ല. ഈ പൂജ ചെയ്യുമ്പോൾ മനസ്സിരുത്തി ത്വം ചമേ മഹദാ ത്വം ചമേ പിത സംസാര ഭീതിബന്ധായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വന്തം അച്ഛനെ പോലും അമ്മയെ പോലും കണ്ടിട്ട് വേണം ദേവതനെ ഉപാസിക്കാൻ. ഉപാസിക്കുമ്പോൾ എനിക്ക് പണം വേണം, അത് വേണം എന്നുകൊണ്ട് മൈൻഡ് അവിടെ പ്രസൻറ്റ് ചെയ്യരുത്, രജിസ്റ്റർ ചെയ്യരുത്.
സമൃദ്ധി പൂജ. അങ്ങനെ തന്നെ സമൃദ്ധി പൂജ സമൃദ്ധി പൂജ സമൃദ്ധി പൂജ എന്ന് ഒരു നിങ്ങളുടെ അക്ഷരങ്ങൾ വെർണിക്കൽ സൈഡ് ബ്രോഡ്കാസ്റ്റ് ഏരിയയിലും ഇതിന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എനർജി പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവായ എനർജിയെ പുറത്തെടുക്കുന്ന എല്ലാ എനർജി കൺവേർട്ട് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഇങ്ങോട്ട് വിടാം. മടർന്ന് തുപ്പ എന്ന് പറയുന്നത് പോലെയാണ് പ്രപഞ്ചത്തിൽ അങ്ങനത്തെ അവസ്ഥ. അത് വേറെത്തിന് വേണ്ടിയുണ്ടെങ്കിലും അതിനെ മനസ്സിലാക്കി നമ്മൾ ഈ രീതിയിൽ അതിനെ പ്രയോഗം ചെയ്യാം എന്ന് മാത്രം. അതുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുക, നല്ല സമൃദ്ധി ഉണ്ടാക്കാം. നല്ല പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സൽസ്വഭാവം വേണം. സൽസ്വഭാവം പണം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും ഒരു ഉപകാരമായിരിക്കണം. ഈ കുബേര പൂജ സൺമുഖ ഈ സൊസൈറ്റിനെ ഉയർത്തട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ വരുന്ന മാർച്ച് 25-ാം തീയതിയാണ് വാസിയോഗവും 1 കോടി മന്ത്രം ജപിച്ച രുദ്രാക്ഷം നിങ്ങൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത്. മാർച്ച് 25 തിങ്കളാഴ്ച. പല ജില്ലകളിൽ നിന്ന് വന്നു, ഏകദേശം 12,000 ആൾക്കാർ മുകളിൽ രജിസ്റ്റർ ചെയ്ത് വരുന്നു. അപ്പോൾ അതുകൊണ്ട് പല ജില്ലകൾ, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ഈ ഒരു ദിവസം ഈ ലോകത്തിൽ എവിടെയും കിട്ടാത്ത ഒരു ആനന്ദം പേട്ടയ്ക്കർ മകൻ ക്ഷേത്രത്തിൽ കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നിങ്ങളത് മാറ്റിവെക്കുക. തലേന്ന് കോഴിക്കോടുകൾ പല ഭാഗങ്ങളിൽ ലോഡ്ജുകളുണ്ട്, നിങ്ങൾ നെറ്റിൽ കയറാം. അങ്ങനെ എല്ലാം ബുക്ക് ചെയ്ത് വയ്ക്കുക. തിരക്കിട്ട് വരരുത്. ബസ്സിൽ കയറി രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് രാവിലെ വന്നിട്ട് ഈ ജപത്തിൽ ഒന്ന് ഉറങ്ങി പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഉറക്കം കറക്റ്റുമ്പോൾ മെലോട്ടോണിൻ ഹാർമോണൊക്കെ കറക്റ്റായിരിക്കും. രാവിലെ 9 മണി എന്തിനാണ് വെച്ചത്, നിങ്ങൾ ഫ്രഷായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് 9 മണിയാകുമ്പോൾ എല്ലാവരും 8 മണിക്ക് മുമ്പ് ടോക്കൺ എടുക്കണം. ക്ഷേത്രത്തിന് സെക്രട്ടറിയാണ് ചന്ദ്രൻ. ഇതിക്ക് മുൻപ് അപ്ഡേറ്റ് പറഞ്ഞിട്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്തോളൂ. ആരൊക്കെ വരുന്ന അവർക്ക് മാത്രം രുദ്രാക്ഷം കൊടുക്കണേ ഉള്ളൂ. അതിന് മന്ത്രദക്ഷ ഉണ്ടാവും, ഹിപ്നോതെറാപ്പി ഉണ്ടാവും, വാസിയോഗം പഠിപ്പിക്കും. ആ രുദ്രാക്ഷം അതിന് മന്ത്രം ഉപദേശിച്ച് കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും കുട്ടികൾ തൊട്ട് വലിയ ആൾ വരെ നിങ്ങൾ മാങ്കാവിലേക്ക് പേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്ക് പൊന്നാറ മക്കൾ എത്തിപ്പെടണം. ഞാൻ നിങ്ങളുടെ തൃപ്പാദത്തിൽ തൊട്ട് ബന്ധിക്കുന്നു. എല്ലാവരും എത്തിപ്പെടുക. മാർച്ച് 25, 22-ാം തീയതി വരെ ബുക്കിംഗ് ഉണ്ടാവും. എല്ലാവരും അയക്കുക. നല്ല നമസ്കാരം. നന്ദി.